Hello friends, welcome to Career Talk with Avodha. അപ്പോൾ ഇന്ന് നമ്മോട് കൂടെയുള്ളത് സനലാണ്. സോ സനലിന്റെ ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ഹലോ സനൽ, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. ഹലോ. ഓക്കെ, സനൽ ഇപ്പോ എന്താണ് ചെയ്യുന്നത്? ഇന്റേൺഷിപ്പ് ആണല്ലേ? അതെ, ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തോണ്ടിരിക്കുക. ഓക്കെ, ഏത് കോഴ്സാണ് പഠിച്ചത്? ഞാൻ ഫ്ലട്ടർ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഫ്ലട്ടർ ആണ് പഠിച്ചത്. എവിടെയാണ് ഇപ്പൊ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്? ഇന്റേൺഷിപ്പ് കാക്കനാടുള്ള തന്നെ ഒരു അയറിംഗ്സ് ടെക്നോളജി പറഞ്ഞൊരു കമ്പനിയിലാണ്. ഓക്കെ, അവര് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ, അസിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഓരോ ടാസ്ക് തരുമ്പോ ഇന്ന രീതിയിൽ ചെയ്യണം, ഗൈഡ് ലൈൻസ് ഒക്കെ തരുന്നുണ്ടല്ലേ? അവിടെ നമ്മളെ എന്താ പറയാ, അവിടുത്തെ ഡെവലപ്പേഴ്സിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഏത് ടൈമിൽ വേണമെങ്കിലും ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് കുറച്ച് പേരെ 2 പേരെ ആക്കിയിട്ടുണ്ട്. എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും നമുക്ക് അവരോട് ചോദിക്കാം. ഓക്കെ, അപ്പോ ഫ്ലട്ടർ എടുക്കാൻ എന്താണ് കാരണം? ഇൻട്രസ്റ്റഡ് ആയിട്ടാണോ? അതെ, ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ഓൾറെഡി ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അതായത് നമ്മൾ ഡിഗ്രി ചെയ്ത ടൈമിൽ തന്നെ നമുക്ക് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കേണ്ടതുണ്ടായിരുന്നു. അപ്പൊ ഫ്ലട്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒന്നും കൂടി അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അത് ചെയ്യാന്ന് കരുതിയത്. ഓക്കെ സാർ, അപ്പോ എങ്ങനെയുണ്ടായിരുന്നു അവോധയുടെ ക്ലാസ്സസ് ഒക്കെ? നമ്മുടെ പ്രീ റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരുന്നു. അപ്പോ സനലിന്റെ എക്സ്പീരിയൻസ് എന്താണ്? കോഴ്സ് പഠിക്കുന്ന ടൈമിൽ എല്ലാം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഈസി ആയിരുന്നു ക്ലാസ്സസ് ഒക്കെ കാണുമ്പോൾ? നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടോ? ക്ലാസ്സസ് ഓക്കെ ആയിരുന്നു, ഫൈനാണ്. പക്ഷെ എന്താന്ന് വെച്ചാല് പ്രീ റെക്കോർഡിംഗ് ക്ലാസ് പറയുമ്പോൾ കുറച്ചൊരു ഇതാണ്. ആസ് എ ഡെവലപ്പിംഗ് ഫീൽഡ് ആവുമ്പോ ചെറുതായിട്ട്, അതായത് അപ്ഡേഷൻസ് വരുമല്ലോ. അപ്പൊ അങ്ങനെ ചെറിയൊരു ഇഷ്യൂ. പക്ഷെ മാനേജ് ചെയ്യാൻ പറ്റും. ലൈവ് സെക്ഷനിൽ കയറാറില്ലേ അപ്പോ? ലൈവ് സെഷൻ ഉണ്ട്. അതാണ് പിന്നെ അത് കവർ ചെയ്യാൻ പറ്റും. അതായത് ഈ പ്രീ റെക്കോർഡ് ക്ലാസ് ആണെങ്കിൽ പോലും നമുക്ക് ലൈവ് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള സെക്ഷൻ വരുമ്പോ അവിടുന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, അതായത് നമ്മുടെ ട്യൂട്ടേഴ്സ് ഒക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ ഇപ്പോ ലൈവ് സെക്ഷനിൽ കയറുമ്പോ ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്യാൻ? ലൈവ് സെക്ഷൻ ഞാൻ ലൈവ് സെഷൻ അധികം ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഒന്നാമത്. ഓക്കെ, അപ്പൊ എത്ര ടൈം പീരീഡ് എടുത്തു? അതാ പറഞ്ഞ 90 ഡേയ്സ് ആണല്ലോ പറഞ്ഞത്. ഒരു 100 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ആയി. 100 അല്ല, ഒരു 120 ഡേയ്സ് എടുത്തിട്ടുണ്ടാവും കരുതുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് ഓർമ്മയല്ല, പക്ഷെ എന്തായാലും ഏകദേശം ആ ടൈം പീരീഡ് കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. പ്രാക്ടിക്കൽ സെക്ഷൻസ് ഒക്കെ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പോ ജാപ്പ് വഴിയാണ് ഇന്റേൺഷിപ്പിന് കയറിയത്? അതെ, ജാപ്പ് വഴിയാണ്. ജാപ്പ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയുണ്ടായിരുന്നു ഇന്റർവ്യൂസ് ഒക്കെ? നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമോ? ഇന്റർവ്യൂസ് ഒക്കെ ഓക്കെ ആയിരുന്നു. അതായത് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അധികം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് സനലിനോട് ചോദിക്കാനുള്ളത്, ഇപ്പൊ നമ്മുടെ ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ ഓൺലൈൻ ആയിട്ട് കോഴ്സ് പഠിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ചെറിയൊരു ഇതുണ്ടാവും. അതായത് ഇപ്പൊ ഓൺലൈൻ ആണെങ്കിൽ അത്ര എഫക്റ്റീവ് ആവോ, നമ്മൾ ഓഫ്ലൈനിൽ ഇരിക്കുന്ന പോലെ അത്ര എഫക്റ്റീവ് ആവോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ക്ലാസ്സസ് എന്ന് പറയുന്നത് പ്രീ റെക്കോർഡഡ് ആണ്. സോ അപ്പൊ സനലിന്റെ ഒപ്പീനിയൻ എന്താണ്? ഇതേ സെയിം ഡൗട്ട് എനിക്കും ഉണ്ടായിരുന്നു തുടക്കത്തില്. അതായത് ഞാൻ ഈ കൊറോണ ടൈമില് ഡിഗ്രി കഴിഞ്ഞ ആളല്ല, അതിന്റെ മുന്നേ കഴിഞ്ഞതാ. അതുകൊണ്ട് എനിക്ക് ഈ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ എത്രത്തോളം ഇതാവുന്ന എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ എന്താ വെച്ചാല് ഓൺലൈൻ ഇപ്പൊ എല്ലാതും ഓൺലൈൻ ആണല്ലോ. സർക്കാർ വരെ ഓൺലൈൻ ആയിട്ടാണ് ക്ലാസ് നടത്തുന്നത് ഉണ്ടായിരുന്നത് കുറച്ച് ടൈം. അപ്പൊ പിന്നെ ഓൺലൈൻ ആയിട്ട് തന്നെ ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമുള്ള ടൈമില് നമുക്ക് സൗകര്യം, അതായത് നമുക്ക് പഠിക്കണം എന്ന് തോന്നുന്ന ടൈമില് ഇരുന്ന് പഠിക്കുക, അതൊക്കെ തന്നെ എല്ലാരും നോക്കുന്നുണ്ടാവും. കോഴ്സ് പഠിച്ചിട്ട് ഇന്റേൺഷിപ്പിന്റെ ടൈം എടുത്തു? ഇല്ലല്ല, കൂടുതൽ ഡിലേ ആയിട്ടില്ല. മീൻസ് ഒരു 2 വീക്ക് കൊണ്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ജാപ്പ് ഒരു 2-3 ഇന്റർവ്യൂ വരുന്നുണ്ടല്ലോ, മോക്ക് ഇന്റർവ്യൂസ് ആണെങ്കിൽ ഒരു 2 ഇന്റർവ്യൂ 2-3 വീക്ക്, ആ ഒരു ഡിലേ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പൊ പ്ലേസ്മെന്റിന് എങ്ങനെയായിരുന്നു? അവോധ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു? പ്ലേസ്മെന്റ് കുഴപ്പമില്ല. അവോധനെ പറ്റി എന്താണ് പറയാനുള്ളത് സനലിന്? അവോധ പറഞ്ഞാല് നല്ലൊരു ഇതാണ്. അതായത് നമുക്ക് നമ്മളെ സ്വന്തം ഇതില്, അതായത് ഞാൻ അങ്ങനെയാണ് കരുതിയത്. അതായത് വീട്ടുകാരൊന്നും ഹെൽപ്പ് ചെയ്യാതെ നമുക്ക് സ്വയം ഒരു ജോബ് നേടാൻ പറ്റുമെന്ന് എനിക്ക് ഇത് കണ്ടപ്പോഴാണ് തോന്നിയത്. അതായത് കുറഞ്ഞ എമൗണ്ട് തന്നെ മതി, അതുകൊണ്ട് തന്നെ നമുക്കൊരു ജോബ് എന്ന് പറഞ്ഞാല് ക്ലാസ് നമുക്ക് തരുന്നത് ഓക്കെ. അത് ഈ ഒരു നമ്മളാ പേ ചെയ്യുന്ന
ക്യാഷിനുള്ള ഞാൻ ഓപ്പൺ ആയിട്ട് പറയാലോ, പേ ചെയ്യുന്ന ക്യാഷിനുള്ള അത്ര അതിനുള്ള ക്ലാസ് നമുക്ക് എന്തായാലും പറഞ്ഞോളൂ. കിട്ടും. പേ ചെയ്യുന്ന ക്യാഷിനുള്ള ക്ലാസ് എന്തായാലും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളും സ്വയം, അതായത് ഇത് മാത്രം വെച്ച് നിൽക്കരുതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതായത് നമ്മൾ ഇതിലൊരു കോഴ്സ് എടുത്തു, അതിന് നമുക്ക് ഏറ്റവും നല്ല ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, ഈ ഒരു എമൗണ്ടിന് നമുക്ക് ഫ്രീ ഇന്റേൺഷിപ്പ് വേറെ എവിടെയും കിട്ടും. വേറെ എവിടെ ഏത് ഇവിടെ പോയാലും ഫ്രീ ഇന്റേൺഷിപ്പ് കിട്ടും. വേറെ എന്താണെങ്കിലും കിട്ടും. ഇന്റേൺഷിപ്പ് പറഞ്ഞാൽ അത് നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്. അതായത് ഒരു കമ്പനി ഇവിടെ വർക്ക് ചെയ്യുക, റിയൽ ഇതിൽ വർക്ക് ചെയ്യുക, അത് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. അത് ശരിക്കും ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു എന്ന് പറയാമല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ പറയാം. നമ്മളിപ്പോ വെർനാക്കുലർ സെക്ഷൻ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ മദർ ടങ്ങിൽ ഇപ്പൊ എല്ലാവർക്കും സ്വന്തം മാതൃഭാഷയിൽ ഇരുന്ന് പഠിക്കാൻ പറ്റും. ആ ഒരു ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റുഡൻസിന് ഇപ്പൊ പഠിക്കുന്നെങ്കിൽ സ്വന്തം മാതൃഭാഷയിൽ പഠിച്ചാലായിരിക്കും പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള സനലിന്റെ ഒപ്പീനിയൻ എന്താണ്? ഇപ്പൊ നമ്മൾ 7 ലാംഗ്വേജസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മദർ ടങ്ങിൽ പഠിക്കാനായിട്ട്. സോ അതിനെ പറ്റി സനൽ എന്താണ് പറയാനുള്ളത്? അതായത് അത് കോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, നമ്മൾ എടുക്കുന്ന ഏതാ കോഴ്സ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം നോക്കാൻ. നമ്മളിപ്പോ ഒരു പുറത്തൊക്കെ നല്ല ഒരു ചാൻസ് ഉള്ള, അതായത് പുറത്ത് സ്കോപ്പ് ഉള്ള ഒരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ മദർ ടങ്ങിൽ പഠിച്ചിട്ട് അത്ര ഒരു ഇതായിട്ട് തോന്നില്ല. നമുക്ക് അപ്പൊ നമ്മള് ഇംഗ്ലീഷോ അവിടെ ഏതാണോ ഫോറിൻ കൺട്രീസിൽ അങ്ങനെയല്ല, ഇംഗ്ലീഷും അതിന്റെ സ്കില്ലും കൂടെ അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെ ഇംഗ്ലീഷ് എടുക്കായിരിക്കും ഒന്നും കൂടെ. ഞാൻ മലയാളത്തിലാണ് എടുത്തിട്ടുണ്ടായിരുന്നെ, ഞാൻ മലയാളമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് പഠിച്ചെടുക്കാൻ ഓക്കെയാണ്. ഓക്കെ സനൽ, ജാപ്പിനെ പറ്റി എന്താണ് പറയാനുള്ളത് സനലിന്? ജാപ്പ് നല്ലൊരു സ്കീമാണ്. അതായത് നമുക്കൊരു എന്താ വെച്ചാല് ഒരു ഇന്റർവ്യൂ എക്സ്പീരിയൻസ്, റിയൽ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ജാപ്പിന്റെ ഇന്റർവ്യൂസ് ആണ് കൂടുതൽ ഒന്നും കൂടെ നല്ല ഇന്റർവ്യൂസ് ആയിരുന്നു അതെല്ലാം. അപ്പോ സനലിന് ഇനി ചോദിക്കാനുള്ളത്, ഇനി നമ്മുടെ അവോധയുടെ വരാനിരിക്കുന്ന സ്റ്റുഡൻസിനോട് അല്ലെങ്കിൽ ഇപ്പൊ പഠിക്കുന്ന സ്റ്റുഡൻസിനോട് സനലിന് എന്താണ് പറയാനുള്ളത്? അതെ, എല്ലാരും ഒരുപാട് കോഴ്സസ് ഉണ്ട്. നമുക്കിപ്പോ ഓൺലൈൻ ആണെന്ന് കരുതിയിട്ട് ആരും എടുക്കാതിരിക്കേണ്ടതാണ് എനിക്ക് പറയാനുള്ളത്. ഓൺലൈനാണ്, പക്ഷെ നമ്മള് ടൈം കണ്ടെത്തണം. ഒന്നും കൂടെ ടൈം കണ്ടെത്തി ഇരിക്കുക. പറ്റേ ലേസി ആയിട്ട് നടന്നു കഴിഞ്ഞാൽ അതിപ്പോ എവിടെയാണെങ്കിലും രക്ഷപ്പെടില്ല. അത് ഓൺലൈനാണ്. ഓഫ്ലൈൻ ആയതുകൊണ്ട് എന്താ പറയാ പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു റീസൺ മാത്രമാണ്. അത് ആ റീസൺ എല്ലാവർക്കും ഉണ്ടാക്കാം. അത് പറഞ്ഞാല് അതിപ്പോ ഓഫ്ലൈൻ ആണെങ്കിലും നമുക്ക് ഉണ്ടാക്കാം, അവിടെ പോയി പഠിച്ചിട്ട് പറ്റണില്ല അത് പറയാം. അത് പക്ഷെ നമ്മൾ വേണം എഴുതിയിരുന്നു കഴിഞ്ഞാൽ അത് എവിടെ ഒരു റീസൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ സനൽ, അപ്പൊ ഇത്രയും ഒരു പോസിറ്റീവ് കമന്റ് തന്നതിന് വളരെയധികം സന്തോഷമുണ്ട് സനലിന്റെ ഭാഗത്ത് നിന്ന്. സ്റ്റുഡന്റ് അവോധയ്ക്ക് അതൊരു വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്, ഇങ്ങനെ ഒരു പോസിറ്റീവ് കമന്റ്സ് സ്റ്റുഡന്റ് ഭാഗത്ത് നിന്ന് കിട്ടാന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നന്നായിട്ട് അപ്പൊ താങ്ക് യു സനൽ, താങ്ക് യു ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് കരിയർ ടോക്സ് വിത്ത് അവോധ. താങ്ക് യു. അപ്പോ ഇന്റേൺഷിപ്പ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. സോ താങ്ക് യു.